ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ചെന്നൈ അടുത്ത് തിരുവല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുത്തെ ജനനായകൻ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. വിജയുടെ ലാസ്റ്റ് പടം. അത് കാണാനായിട്ട് ഞാൻ പോണ്ടിയിൽ ടിക്കറ്റ്സൊക്കെ നോക്കിയെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ ഉച്ചക്കത്തെ 12:30 ഷോയ്ക്കാണ് ടിക്കറ്റ്സ് എടുത്തത്. ഇവിടുത്തെ ഫാൻ ഷോ ഒന്നും കിട്ടൽ എളുപ്പമല്ല മക്കളെ, നാട്ടിലത്തെ പോലെ ഒന്നുമല്ല. ഇവിടെ കണ്ടിട്ടില്ല, ആൾക്കാർ തന്നെ ഏകദേശം ഇത്രത്തോളം വലിയ ക്രൗഡാണുള്ളത്. 12:30 ഷോ ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഒരു മണിയോടെ എടുത്തിട്ടാണ് 12:30 ഷോ തരാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. കാരണം ഇവിടുത്തെ ഷോ തീർന്നിട്ട് ഇവിടുത്തെ ക്രൗഡിനെ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും ജനങ്ങളാണ് ഇവിടെ. എനിക്ക് എത്രത്തോളം വീഡിയോയിൽ തെളിയുമെന്ന് എനിക്കറിയില്ല. അത്രയധികം ജനങ്ങൾ വന്നിരിക്കുന്ന കാരണം ഇവിടെ പോലീസും ഇതും. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരുന്നത്, നിങ്ങൾ ഈ നിൽക്കുന്ന ബോഡി ഗാർഡ്സ് പോലുള്ള ആൾക്കാരെ കണ്ട ജനനായകൻ്റെ റിലീസുമായി ബന്ധപ്പെട്ടിട്ട് ഈ തിയേറ്റർ മാനേജ്മെൻറ്റ് വെച്ചിരിക്കുന്ന ബോഡി ഗാർഡ്സാണിത്. വേറൊന്നുമല്ല, ഇത് ഇവിടുത്തെ CMൻ്റെ പടമാണ്, ലാസ്റ്റ് പടമാണ്. അതുകൊണ്ട് തന്നെ ഓപ്പോസിഷൻ പാർട്ടീസ് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് വെച്ചിട്ട് ആ തിയേറ്റർ മാനേജ്മെൻറ്റ് വെച്ചിരിക്കണമെന്നാണ് അവിടുത്തെ തിയേറ്ററിലെ ഒരു സ്റ്റാഫിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ പരിപാടി കാണാറില്ലല്ലോ. ഇപ്പം തന്നെ കണ്ടില്ല, ഈ കാറിൽ പോകുന്നത് ഇവിടുത്തെ TVK പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അങ്ങനെ എന്തോ ആണ്. ഈ തിയേറ്റർ ഫുള്ള് ഈ TVKയുടെ ആൾക്കാരാണ്. ഈ വെളുത്ത ഷർട്ട് എടുക്കുന്ന ആൾക്കാരില്ലേ, അത് മൊത്തം ഈ പാർട്ടി കമ്മിറ്റി മെമ്പേഴ്സാണ്. അതായത് ഇവിടുത്തെ പഴയ വിജയ് ഫാൻസ് യൂണിറ്റുകളായിരുന്നു ഇപ്പോൾ TVKയുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളൊക്കെ ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇവിടെ ഇത്രയും ബോഡി ഗാർഡ്സും 2 വണ്ടി പോലീസും തിയേറ്റർ സ്റ്റാഫ് തന്നെ. ഒരു തിയേറ്ററിൽ ഞാൻ ഇത്രയും സ്റ്റാഫിന് വെച്ചിട്ടൊരു പടം ഇറക്കി ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും സ്റ്റാഫ് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാനേജ് ചെയ്യാനായിട്ടും 2 വണ്ടി പോലീസ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ആൾക്കാരാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ തിയേറ്റർ തന്നെ ഇവിടെ ആൾക്കാർ ഇറക്കിയിരിക്കുന്നത്. ഓരോ ആൾക്കാരെ നോക്കിയാൽ ഞാൻ ഇങ്ങനെ ഒരു ഫാൻ ഷോ എന്തായാലും നോക്കിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു മക്കൾ ഈ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. കാരണം 12:30 ഷോ 1 മണിയോളം എടുത്തിട്ടാണ് നമ്മൾ ആൾക്കാർ ഉള്ളിൽ തന്നെ കയറ്റിയത്. അപ്പോൾ അത്രയും ലേറ്റായ കാരണം ആൾക്കാരും അത്രയും ഭയങ്കര വയലൻ്റ് ആയിരുന്നു. നിങ്ങൾ ഈ 2 കൊടികളുണ്ടോ, TVKയുടെ ഫ്ലാഗും വിജയ് മക്കളേക്കത്തിൻ്റെ ഫ്ലാഗും? വിജയുടെ കരിയർ 2 രീതിക്ക് പോയ വ്യത്യാസം കൂടെ മനസ്സിലാവും. ഇവിടെ 3 സ്ക്രീനിലും ജനനായകനുണ്ട്. അപ്പോൾ 10 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് ഷോ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്ക്രീനിലുള്ളവരെയാണ് ഇപ്പോൾ ആദ്യം കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ആ സ്ക്രീനിൽ പെടുന്ന ആളാണ്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി പറ്റി. ഇനി എപ്പോഴാണോ ഷോ? കാരണം ഷോൻ്റെ സമയമൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ 1 മണിയായി. എപ്പോൾ തുടങ്ങുമെന്ന് അറിയില്ല, നോക്കാം. ഫൈനലി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. അത്യാവശ്യം വലിയ സ്ക്രീൻ കേട്ടോ. നമ്മളുടേത് ഏകദേശം തോന്നുന്നത് I12. ഇവിടെയാണ് ജനനായകൻ്റെ ഞാൻ കാണാൻ പോകുന്ന ഷോ. ഈ ഒരു സ്ക്രീനിൽ ഇവിടുത്തൊരു വലിയൊരു സ്ക്രീനാണിത്. നമ്മുടെ നാട്ടിലെ വലിയ ബ്രാൻഡ് അതൊക്കെ പറയുന്നത് അത്യാവശ്യം ഓഡിയൻസ്. ரொம்ப முன்னாடி போயிட்டீங்க. ஆரம்பத்துல சோப்பனாங்க மாதிரி இருப்பான், பார்க்கவே மாட்டான். அவரே பார்த்துட்டு எங்கரா பிடிச்சாங்கன்னு வாயை பொழுதுட்டாரு. ஆள் நல்லா சைஸா இருக்காங்க, விளையாட்டுல இறக்கி ஒன்று தோணுச்சு என்று அறுத்து விட்டோம். அவ்வளவுதான் தெரியும்.
அடிச்சான். ஒரு 2-3 லைன் கொஞ்சம் வேற மாதிரி ட்ரை பண்ணலாம். தமிழக வெற்றி கழகம் செய்த பேர் யாரு கான்பிடன்ஸ் நினைச்சு ரொம்ப சிரிப்பு இருக்கு. நாங்க பெரிய இயக்கம், நீ மொத்த ஒன்னா என்ன பண்ண முடியும்? அடுத்து வர போற ஆட்சி 234 குறி வைத்தால் தவற மாட்டேன், தவறுமானால் குறியே வைக்க மாட்டேன். ഇവിടെ ഇൻ്റർവെല്ലായിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്ത സ്ക്രീൻ പ്ലേ. പക്ഷേ തളപതി തന്നെ ഫുള്ള് ഫസ്റ്റ് ഹാഫ് ഫുള്ള് പ്രത്യേകിച്ച് കുറേ ഹൈ മൊമെൻറ്റ്സ് ഉണ്ട് ഇൻ്റർവെല്ലിൻ്റെ ബാക്കിയാകുമ്പോൾ. ഒരു തിയേറ്റർ സ്റ്റഫാണ്. പക്ഷേ കൊച്ചി വിനോദിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഞാൻ ഫുള്ള് കണ്ടിട്ട് പറയാം. എന്തായാലും തിയേറ്ററിൽ കാണാനുള്ള മുതലുണ്ട്. പുള്ളി ലാസ്റ്റ് പടം ആൾ കുറേ അങ്ങനത്തെ കുറേ സീനുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാം. എന്തായാലും കാഴ്ചകൾ എന്തായാലും മുഴുവനൊക്കെ ആയിട്ട് ബാക്കി കൂടി കണ്ടിട്ട് ഞാൻ ബാക്കി പറയാം. மாற்றம் வரணும்னா முதல்ல நாம மாறணும். வந்து பிறந்தார் தமிழ் மகன் நீ. നായകൻ അങ്ങനെ ഫുൾ ഷോ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഞാൻ തിയേറ്ററിൻ്റെ പുറത്താണ്. അടുത്ത ഷോ കാണാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. ഇവിടെ ചുറ്റും കണ്ടോ വിജയിൻ്റെ ഫ്ലെക്സും പരിപാടിയൊക്കെയാണ്. നെക്സ്റ്റ് ഷോ കാണാനായിട്ടുള്ള ആൾക്കാരാണ്. നോക്കി ഇത്രയും ആൾക്കാർ. ഞാൻ ഈ ഒരു തിയേറ്ററിലാണ് പടം കാണാൻ വന്നത്. വളരെ അടുത്തുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഇത്രയും ആൾക്കാർ ഇനിയും വന്നു. ഇപ്പോൾ ഗേറ്റ് തുറന്ന് ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ ഗേറ്റ് കയറിയിരിക്കുകയാണ്. ഇവിടെ കണ്ട വിജയിൻ്റെ TPK ഫ്ലാഗ്സും പരിപാടിയൊക്കെയാണ്. നാട്ടിലെങ്ങനെയാണ് എനിക്കറിയില്ല, നാട്ടിലിപ്പോൾ എങ്ങനെയാണോ. കാരണം ഫാൻസി കൊണ്ടൊന്നല്ല, ഇവിടെയൊക്കെ ഇത് വിജയുടെ പാർട്ടിയുടെ തന്നെ TPKയുടെ ആൾക്കാരാണ് നേരിട്ട് ചെയ്യുന്നത്. ഭയങ്കര നല്ല വലിയൊരു ഫ്ലെക്സും പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വിജയ് ആരാധകരാണ്. അങ്ങനെ
മുന്നിൽ ഇത് കാണാൻ പറ്റിയ നല്ല രസമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞത്. ഇത് പഴയൊരു തിയേറ്ററാണ്, തുളസി എന്നുള്ളൊരു തിയേറ്ററായിരുന്നു. പക്ഷെ അതിപ്പോൾ മാർവൽ മാക്സ് അങ്ങനെ മൂവി ശരിക്കും പറയുകയാണെങ്കിൽ എച്ച് വിനോദ് കോളാക്കി കൈ തന്നിട്ടുണ്ട്. സിനിമനെ അങ്ങനത്തെ രീതി കാണാൻ പറ്റില്ല, നല്ല മോശം സിനിമ എന്നുള്ള രീതി നിങ്ങൾ പോയാൽ മതി. പക്ഷേ എനിക്ക് ആ ഒരു സിനിമ ഫുള്ളൊരു വിജയ് ഫാൻസ് എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ലാസ്റ്റ് സിനിമ വിജയുടെ അങ്ങനത്തെ രീതിയിൽ എനിക്ക് ഇത് കാണാൻ പറ്റും. അങ്ങനെ വിജയുടെ കുറേ ഫാൻ മൊമെൻറ്റ്സ് അതല്ലാതെ പ്രത്യേകിച്ചും അതിൽ കാണാനായിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുള്ളി നല്ലൊരു ഫെയർവെൽ ശരിക്കും ഞാൻ ഡിസേർവ് ചെയ്തിരുന്നു. പക്ഷേ വലിയ മെച്ചില്ലാത്ത രീതിയിലാണ് പടം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാര്യം. അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ക്രൗഡിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പടം കണ്ടത്. അത് വിജയുടെ ലാസ്റ്റ് പടം ഇങ്ങനെ കാണാൻ പറ്റിയത് വലിയൊരു ഇതായിട്ടാണ്. നല്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ്. ഈ തമിഴ് ഓഡിയൻസിനൊപ്പം കാണാമെന്നുണ്ടെങ്കിൽ അത് വേറെ വൈബാണ്. ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. ഇടയ്ക്ക് ഇങ്ങനത്തെ പടങ്ങളൊക്കെ പോയി കാണുന്നത് നന്നായിരിക്കും. അങ്ങനെ വിജയുടെ കേരളത്തോട് തീരാണ്.